എന്റെ വചനം പാലിക്കുന്നവനാണ് എന്റെ ശിഷ്യൻ. യോഹന്നാൻ 8:31 എന്റെ വചനത്തിൽ നിലനിൽക്കുന്നവൻ. യോഹന്നാൻ 15:8 7-8 വയസ്സ്. ശിഷ്യന്മാരാണോ? കഴിഞ്ഞ് ധ്യാനം കഴിഞ്ഞ ആണോ വേണ്ടയോ? വേണ്ടുന്നില്ല, വേണ്ട, ആർക്കും വേണ്ടല്ലോ. ശിഷ്യന്മാരെ മാറണം, ലോകത്തിന്റെ ഉപ്പായി മാറണം. മത്തായി 5:13-16 വേണം. നിങ്ങൾ എന്നിൽ വസിക്കുകയും എന്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നവർക്ക് ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ ധാരാളം ഫലം പുറപ്പെടുകയും അങ്ങനെ എന്റെ ശിഷ്യന്മാരായിരിക്കുകയും ചെയ്യുന്നത് വഴി പിതാവ് മഹത്വപ്പെടുന്നു. അപ്പൊ ആരാ മഹത്വപ്പെടുന്നു? കേട്ടോ, ഇതുകൊണ്ടാണ് നിങ്ങൾക്ക് കൂടുതൽ കൃപ വരുമ്പോ ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റുള്ള മഹത്വപ്പെടുന്നതാണ്. ഇത് എന്നെ പുറത്തൊന്നും ചെയ്യാനില്ല. 2 Corinthians 4:15. അങ്ങനെ കൂടുതൽ കൂടുതൽ ആളുകളിൽ കൃപ സമർത്ഥമാകുന്നത് വഴി ദൈവമഹത്വത്തിന് കൂടുതൽ കൃതജ്ഞത അർപ്പിക്കപ്പെടുന്നു. നിങ്ങൾക്കെല്ലാം കൃപ തരാൻ വേണ്ടിയാണ്. അതെവിടെ തലമുണ്ടേതാണ്. ആത്മാവിന്റെ കൂടെ ഗലാത്യ 6:17 ആത്മാവിന്റെ കൂടെ ഇനിമേൽ ആരും എന്നെ ബുദ്ധിമുട്ടിക്കരുത്, എന്നാൽ ഞാൻ എന്റെ ശരീരത്തിൽ യേശുവിന്റെ അടയാളം ധരിക്കും. യേശുവിന്റെ അടയാളം ശരീരത്തിന് കുറിച്ചും ധരിക്കും, ആത്മാവിനും. സഹോദരൻ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ നിങ്ങളുടെ ആത്മാവിനോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ആത്മാവിന്റെ കൂടെ ഞാൻ ആദ്യം പറഞ്ഞത് ഇവന്റെ പുസ്തകങ്ങളുടെ ഇല്ലെങ്കിൽ വേഗം വരെ ചൂണ്ടിടാനായിട്ട് ഏതെങ്കിലും മാത്രം ഒരു കാലം ഞാൻ അനങ്ങാതില്ല. ഞാൻ ഉപയോഗിച്ചു പറയട്ടെന്ന് വിചാരിച്ചു. നമ്മൾ തർക്കിക്കാമോ? തർക്കിച്ചാൽ അയാൾ നഷ്ടപ്പെടും. 2 തിമോത്തി 2 14 മനസ്സിലായി. തർക്കിച്ചാൽ മറ്റുള്ളവർ കേട്ടാൽ അവരുടെ വിശ്വാസം പോകും. ആത്മാവിനെ കാർന്നതിനാണ് വെറുതെ പറഞ്ഞ പോലെ. ആത്മാവിനെ നിങ്ങൾ കാർന്നതാണ്. വചനം വെച്ച് തർക്കിക്കാവുന്നതാണോ? വചനം കേൾക്കുമ്പോൾ മറക്കണം. ചെയ്യുന്നവര് യെശയ്യാ 66:2 കാണിച്ചത് കേട്ടോ. ബുദ്ധിയിലാണ് അവരെല്ലാം കൊണ്ടുനടക്കുന്നത്. നമ്മൾ ആത്മാവിലാണ് വചനം സ്വീകരിക്കുമ്പോൾ. അപ്പൊ ആദ്യം തന്നെ എടുത്ത് പറഞ്ഞത് പത്രോസിനങ്ങോട്ട് ഒറ്റപ്പെടുന്നു കേട്ടോ. അത് കേട്ട് അത് കഴിഞ്ഞ് അമ്മയായ അറിയത്തിനാണ്. അത് കഴിഞ്ഞ് എമ്മട്ടിയില്ല. പിറ്റേ 2 ഒരാഴ്ച കഴിഞ്ഞപ്പോ നമ്മളിങ്ങനെ പഠിക്കുകയാണ്. ഇവന്റെ സ്പിരിറ്റ് ഏതാണ് കേട്ടോ. എന്നോട് പറഞ്ഞു ഒരു കാർഡ് ഒരു അച്ഛൻ്റെ ഒരു ഓർഡിനേഷൻ ആണെന്ന്. ഇപ്പൊ അച്ഛൻ നമ്മളോട് വായിച്ചിട്ടുണ്ട്. ആ അച്ഛൻ ഫസ്റ്റ് ഈ നാളത്തെ ഓർഡിനേഷൻ എന്നെ വിളിച്ചു. ഒരു ബന്ധമില്ല ഇയാൾക്ക്. പക്ഷെ എന്നാ വന്ന് ക്ഷണിക്കുകയാണ് പറഞ്ഞു. ഞാൻ പോയി ഇരുന്നപ്പോ അടുത്ത് നിൽക്കുകയാണ്. നമ്മൾ ഉദാശം ചെയ്യുന്ന എല്ലാം എന്നെ നിർത്തിക്കൊണ്ട് എല്ലാം തെറ്റാണെന്ന് പറഞ്ഞിരിക്കുക. ഇതെല്ലാം തെറ്റാണ്. അതാണ് വിഗ്രഹാരാധന. എല്ലാം കേട്ടുകൊണ്ട് പഠിക്കുകയാണ്. ആത്മാവാണ് പഠിപ്പിക്കുകയാണ്. പെന്തക്കോസ്ത് ശരീരത്താണ് നേരെ മറിച്ച് ഇതെല്ലാം കേട്ടിരുന്നു. പിന്നെ ഡിസൈൻ ചെയ്തുകൊണ്ടിരുന്നു. എന്നെ കൊണ്ട് ഒരു ബസ്സിലാണ് മടങ്ങി വന്നപ്പോഴും ഞങ്ങൾ ബസ് വന്നു. ഞാൻ പറഞ്ഞു അവിടെ ഒരു പാസ്റ്റർ ഉണ്ടല്ലോ. ആ പാസ്റ്റർ പറഞ്ഞു ഞാൻ പ്രാർത്ഥനകൾക്ക് പോകാൻ പാടില്ല. ഞാൻ പറഞ്ഞു ഞാൻ ആത്മാവിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന മാനസാന്തരപ്പെട്ട് ഈ പാസ്റ്റർ പറഞ്ഞു അവിടെ വരാൻ പാടില്ല. അതെന്താണ്? ഉടനെ എനിക്കൊരു വരണം. മത്തായി 7:35 ആരെയും ലഭിക്കാൻ പാടില്ല. പരിപാടി കഴിഞ്ഞാൽ അയാൾ പറഞ്ഞെല്ലാം കേൾക്കുന്നു. അതേ പഠിച്ചതാണ്. അതോ എല്ലാം പഠിച്ച് ഞാനിത് പറഞ്ഞു റോമർ 2:1 പലതല വന്നില്ല. എനിക്കത് അധികാരമായി ലഭിക്കുക. അപ്പോഴും ഡിസേൺമെന്റ് വേണമെന്ന് 10 വാക്യം ആത്മാവിനെ വെച്ച് ഈ ആത്മാവിനെ വെച്ച് ഇത് കഴിഞ്ഞിട്ട് പിന്നെ അതിലേക്ക് അടുക്കാൻ പറ്റില്ല. അപ്പോഴാണ് അറിയുന്ന പാസ്റ്റർ ഭാര്യയെ തന്നെ കുറിച്ചിരിക്കുക. ഈ അവസ്ഥയിൽ നിൽക്കുന്നവരാണ്. ദൈവം എല്ലാം കാണിച്ച് പഠിപ്പിച്ചത്. നമ്മള് യോഗന്റെ 4:40 എല്ലാം കർത്താവ് പഠിപ്പിച്ചത്. നിങ്ങളെ പഠിപ്പിച്ചത് കർത്താവ് വയനാട്ടിൽ നിലനിർത്താൻ അതാ സമയത്തെല്ലാം കാണിച്ച് പഠിപ്പിച്ചത്. അങ്ങനെ ആത്മാവിൽ വളർന്നുകൊണ്ടിരിക്കുന്നവർ ഓരോരോ കാര്യങ്ങൾ. പിന്നെ വേറെ വഴിവെച്ചുള്ളത് വൈദ്യ പയറുകൾ എല്ലാം നല്ല പൊടിപെടുപ്പ് ഇംഗ്ലീഷുകൾ എല്ലാം സ്റ്റൈൽ ഏറ്റവും കൂടെ കൂടി വാങ്ങി പറയുന്നതെല്ലാം വചനം വളച്ചൊടിച്ചാൽ 2 ഒന്നില്ല 20-21 വചനം ആരുടെ വിക്രംസ് എന്ന് പറയാനുള്ളതല്ല.
നമുക്ക് പറയാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് വചനം മാത്രം വോട്ട് ചെയ്യുന്നത്. കണ്ടോ, വചനം മാത്രം. ഇത് അതുകൊണ്ടാണ് നമ്മുടെ സഭ സമ്മതിക്കാതിരുന്നത് അനേക നൂറ്റാണ്ടുകൾ. കാരണം അനേകരായിട്ട് മാറും. പിന്നെ നമുക്കതിന്റെ ഭാഗ്യം തന്നത് ജോൺ 24 മാർപ്പാപ്പ വന്നപ്പോൾ 1959 പരിശുദ്ധാത്മാവിന്റെ ശക്തിയായ ജ്ഞാനത്തിന്റെ ശക്തിയായ രണ്ടാം നമ്പൂതിരിച്ചനോട് വിളിച്ചു കൂട്ടിയപ്പോഴാണ് ഇതെല്ലാം പറഞ്ഞത്. ഈ തുറന്നു കഴിഞ്ഞപ്പോൾ അനേകരെ എതിർത്ത് സർക്കാരിന് മാർപ്പാപ്പ എതിർത്ത്. പക്ഷെ മാർപ്പാപ്പ പരിശുദ്ധാത്മാവിന് ആ കൃപയിലും വചനത്തിന്റെ കൃപയിൽ നിന്ന് വചന വചസ്സുകളുടെ ചെയ്യും. അപ്പൊ നമ്മൾ ബന്ധിക്കുന്ന വചനങ്ങളെല്ലാം വചന വചസ്സുകളാണ്. കേട്ടോ, ആക്ട് 14:3 ലൂക്കാസ് 4 ആ 22 ജ്ഞാന വചസ്സുകൾ എന്ന് പറയുന്നത് ജ്ഞാന വചസ്സുകൾ. ഇതാണ് ജോബ് 8:10 വിജ്ഞാന വചസ്സുകൾ എന്ന് പറയുന്നത്. സുഭാഷം 20:11 വചനത്തിന് വചസ്സുകളായിട്ട് വരും. അത് നമ്മുടെ നാവിൽ നിന്ന് വരുന്നു. അപ്പോ രണ്ടെണ്ണം നടക്കുന്നത് 1:3:8 കൃപയാണ്. ഇതൊക്കെ ഒരു ജ്ഞാനത്തിന് ആർക്കും ദൈവം വെളിപ്പെടുത്തി കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കാത്തത്. പത്തോസും പോലീസും വന്ന് വരാൻ പറഞ്ഞ ഗ്രഹിക്കുമായിരിക്കും ഇല്ല. കേട്ടോ, അപ്പോസ്തല പ്രവർത്തനങ്ങള് 16 ഹൃദയം തുറന്നു കൊടുത്തപ്പോഴാണ് ഗ്രഹിച്ചത്. ഈ അപ്പോസ്തലന്മാരെല്ലാം ഇങ്ങനെ മരമണ്ടൂസ്മാരെ കർത്താവിന്റെ കൂടെ കേട്ടിരുന്നു, തിന്നുകയും ചെയ്യും. കർത്താവിന്റെ കൂടെ നല്ല തിരിക്കും ഇല്ലേ? ഒന്ന് നമുക്കൊന്ന് പോകാൻ വേണ്ടി നല്ല ഭക്ഷണം അവര്. അതുകൊണ്ടാണ് ഇവർക്ക് 9:44 ഞാൻ പറഞ്ഞിട്ടില്ലേ, ഈശോ പറഞ്ഞുവെന്ന് അവർക്ക് ഗ്രഹിക്കാൻ സാധിച്ചില്ല. അക്രമമായിരുന്നു. പിന്നെയോ 24 45 ആ 49 വർഷത്തിൽ അവരവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോഴാണ് അവരുടെ ഹൃദയ മനസ്സ് തുറന്നു കൊടുത്തത്. അപ്പോഴാണ് വചനവയസ്സുകളൊക്കെ പത്തോസിലേക്ക് വരാൻ പറയുന്നത്. പത്തോസിന് കിട്ടിയ കാര്യങ്ങളൊന്നാണ് മാനസാന്തരപ്പെട്ടു. മത്തായി 26:70 പൊട്ടിക്കഴിഞ്ഞ് മാനസാന്തരപ്പെട്ടു. ഇതുകൊണ്ടാണ് ഈശോ പറയുന്നത് മാർക്കോസ് 1:15 എന്താ പറയുന്നത്? മാർക്കോസ് 1:15 കാണാൻ പഠിക്കണം. അവർ പറഞ്ഞ സമയം പൂർത്തിയായി ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുന്നു. ആർക്ക് വിശ്വസിക്കാൻ പറ്റുന്നത്? ഡോക്ടറേറ്റ് വിശ്വസിക്കാൻ പറ്റുമോ? ഇന്ത്യൻ പ്രസിഡന്റ് വായിച്ചാൽ വിശ്വസിക്കുമോ? കേരള ഗവർണർ വായിച്ചാൽ വിശ്വസിക്കുമോ? മെട്രോസ് ഗവർണർ വായിച്ചാൽ വിശ്വസിക്കുമോ? ഇല്ല. ദൈവം കൊടുക്കുന്നവർക്ക് സാധിക്കുമല്ലോ. അത് അനുഭവിക്കണം, അന്നാലും വിശ്വസിക്കുമല്ലോ. അത് റോമാവത്തിൽ 16 കാര്യത്തില് എല്ലാം കേൾക്കുക. സുവിശേഷത്തെ പറ്റി ഞാൻ ലജ്ജിക്കുന്നില്ല. എന്നാൽ വിശ്വസിക്കുന്ന ഏവർക്കും, ആദ്യം യഹൂദർക്കും പിന്നീട് ഗ്രീക്കുകാർക്കും അത് രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവശക്തിയാണ്. ദൈവശക്തിയാണ് രക്ഷയിലോട്ട് നയിക്കുന്നത്. അത് വിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് നയിക്കുന്ന അതാണ്. കഴിഞ്ഞത്തെ വിശ്വാസത്തിലെ ഇപ്പോഴത്തെ വരാമോ അടുത്തോലെ നിങ്ങൾ ഈ വിശ്വാസം ഇരിക്കില്ല. പിന്നത്തെ കൊല്ലമോ കണ്ടോ, വിശ്വാസം ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കും. അതാണ് വിശ്വാസം വരത്തിലോട്ട് വരും. 1:12 അത് നമ്മൾ ബന്ധിച്ചു കഴിഞ്ഞാൽ ഉടനെ മഴ കാറ്റ് ലഭിക്കും. ആ ബന്ധത്തിന്റെ ശക്തി ദൈവം അപ്പം പ്രവർത്തിക്കുകയുള്ളൂ. നമ്മൾ അല്ല പ്രവർത്തിക്കുന്നത്. പിന്നെന്താണ്? കൃപയാണ്. മനസ്സിലായ കൃപ. അതാണ് 2:12 പറഞ്ഞേ, ഞാൻ കൃപ മാത്രം മതി. ഞാനല്ല പ്രവർത്തിക്കുന്നത്, പറയുന്നത് എന്നെ പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ. ഞാൻ അധികം അധ്വാനിച്ച് രാത്രിയിലേക്ക് പ്രാർത്ഥിച്ചോ? നിങ്ങളെ വല്ലതും പ്രാർത്ഥിച്ച ഒരു പോകുന്ന ദൈവം കാര്യങ്ങൾ നമ്മളൊക്കെ നല്ല പൂർണ്ണം വെച്ചോ. കേട്ടോ, ഈ ധ്യാന സ്ഥലത്തിൽ തുടങ്ങിയാണെങ്കിൽ കുറച്ച് സമയം രാത്രി പ്രാർത്ഥിക്കുന്നതാണ് കൃപശക്തി വരുന്നത്. വാശി ചെയ്യാനാണ് വരുന്നത് രാത്രി. അവിടെയാണ് സംഗീതം 119, 62, 148 വാക്യം. ഇതിനൊക്കെ വിചാരിച്ചിരുന്നത് പ്രത്യേകത വരുകയാണ് ദൈവം. കൃപ കിട്ടുന്ന അങ്ങനെയാണ്. അതാണ് ലൂക്ക 16 ഇടിച്ചു കയറണം. അതുകൊണ്ട് ദർശനത്തിലോട്ടൊന്നും പോകരുത്. വെറും പ്രയാസമാത്രമാക്കും നമ്മളെ. നിങ്ങൾ ആരും ദർശനത്തിലോട്ട് പോകരുത് കേട്ടോ. കുറച്ച് കഴിഞ്ഞ് തോന്നും ഈ ഇതേ ദർശനം